ഗൈസ്, എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും വീണ്ടും സിജോ ചേട്ടനും കുഞ്ഞണിനും എന്ന ചാനലിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പോ ഇന്ന് സിജോ ചേട്ടനും കുഞ്ഞണിനും ചേർന്ന് ട്രെഡ് മില്ലില് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോവാണ്. ട്രെഡ് മില്ലിന്റെ സ്പെല്ലിംഗ് THREADMIL. ഇതാണ് കറക്റ്റ് സ്പെല്ലിംഗ്, ട്രെഡ് മിൽ. അപ്പോ ഈ ട്രെഡ് മില്ലില് ഇന്ന് നമ്മള് ചെയ്യാൻ പോകുന്നത് വർക്കൗട്ടാണ്. ഈ ട്രെഡ് മില്ല് ഇതിന്റെ ശരിക്കുള്ള ഉപയോഗം എന്താന്ന് വെച്ചാൽ നമ്മളെ വയറ്, ഇപ്പോ എന്റെ വയറ് അത്യാവശ്യം നല്ല വലുപ്പമാണല്ലോ, ഇതിൽ നിന്ന് സ്ലിം ആക്കാൻ എന്ന് പറഞ്ഞാൽ കുറയ്ക്കാൻ, വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ട്രെഡ് മില്ല് ഇതിന്റെ ആവശ്യം, ഇതിന്റെ ഉപയോഗം. അപ്പൊ ഈ പറയാന്ന് വെച്ചാ നമ്മള് വീട്ടിൽ നിന്ന് പലയിടത്തും ഇങ്ങനെ പോവില്ലേ, ഓടിയിട്ട് നടന്നിട്ടും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അതേ ഫീല് തന്നെയാണ് ഇതിനും. അതേ ഫീല് തന്നെയാണ് നമ്മള് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇത് ഓരോ ആവശ്യങ്ങൾക്ക് നടക്കില്ലേ. അപ്പൊ നമുക്ക് അന്നേരം കിട്ടുന്ന അതേ ഫീല് തന്നെയാണ് ഇതും. പിന്നെ കുറെ പേര് ഓടുന്നവരും നടക്കുന്നവരും ഒക്കെ ഉണ്ടാവില്ലേ, റോഡിന്റെ ഇരുവശങ്ങളിലൊക്കെ വണ്ണം കുറയ്ക്കാൻ വേണ്ടിട്ട് ഒരുപാട് പേര് നടക്കുന്നവരുണ്ടാവും റോഡിന്റെ ഇരുവശത്തൊക്കെ. അപ്പൊ നമ്മള് റോഡിന്റെ കാര്യത്തില് പറയണ മാതിരിയാണ് ഇതും. ഇതിന്റെ നെഗറ്റീവ്, നമ്മള് റോഡിന്റെ ഇരുവശങ്ങളിലേക്ക് മുറിച്ച് മറ്റൊരു വശത്തേക്ക് കടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യണം, ഇരുവശങ്ങളില് വണ്ടി വരുന്നുണ്ടോ നോക്കണം. ഇരുവശങ്ങളില് വണ്ടി വരുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, വണ്ടി ഇപ്പുറത്തും ഇല്ലെങ്കിൽ മാത്രമേ റോഡ് മുറിഞ്ഞ് കടക്കാവൂ, അല്ലെങ്കിൽ അപകടം സംഭവിക്കും. അതുപോലെ തന്നെ ഇതും. ഇതിന്റെ നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ ഇതാണ് സേഫ്റ്റിക്ക് ഇതാണ് മാഗ്നറ്റ്. ഇതിന്റെ സെന്ററിലാണ് മാഗ്നറ്റ്. അപ്പൊ ട്രെയിനില് ഒരു രക്ഷാപ്രവർത്തനം ഇതാണ്. ഇതില്ലെങ്കിൽ ഒരിക്കലും ട്രെയിനില് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ട്രെയിനില് ഓഫ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത് ചെറിയൊരു ട്രിക്കാണ്. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഇതിവിടെ അറ്റാച്ച് ചെയ്യണം. ഇവിടെ യെല്ലോ കളറുണ്ട്, അതിനും ഇത് എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. അപ്പൊ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം നമ്മുടെ ഷർട്ടുമേ അല്ലെങ്കിൽ ബനിയത്തുമേ ഇത് എന്ത് ചെയ്യണം, ഇതിന്റെ ഈ സ്ക്രൂ ആണ് ഇതിന്റെ അവിടെ വരെ നിങ്ങള് എന്ത് ചെയ്യാ, ഷർട്ടിന്റെ ഒരു അറ്റ ഈ സ്ക്രൂ ആകുന്ന ഇതില് അവിടെ വരെ കയറ്റി വെക്കുക ഫുള്ളായിട്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഗജനാവ്. അപ്പൊ ഈ ഗജനാവിന്റെ പുള്ളി ആയിരിക്കണം വെക്കുന്നത്. ഒന്ന് കയറ്റി വെക്കുക, പകുതിക്ക് വെക്കരുത്. കാരണം നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ഉള്ള സമയത്ത് ഇത് ചിലപ്പോ അഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അഴിയാൻ പാടില്ല. എങ്ങനെ അഴിയണം, നമ്മൾ കാലിൽ തെറ്റി ശിവടിക്ക് പോകുമ്പോഴേ നമ്മൾ പുറത്താവും, നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കും. കാലൊടിയും കൈയൊടിയും മറ്റെന്തെങ്കിലും പരിക്ക് ഉണ്ടാവും. പരിക്ക് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം, ഈ മാഗ്നറ്റ് ആയിട്ടുള്ള ഈ സംഭവം
ഈ ട്രെഡ്മില്ലര് വെച്ചേക്കണേ ഒരു സേഫ്റ്റിക്ക് വേണ്ടിട്ട്. ഇതുണ്ടെങ്കിലേ ഒരുവിധം നമ്മള് രക്ഷപ്പെടുള്ളൂ. ഇതിന്റെ ഉപയോഗം എന്താന്ന് വെച്ചാൽ, ഈ സംഭവത്തിന് ഉപയോഗം എന്താന്ന് വെച്ചാൽ, ഓണാക്കി വിചാരിക്കും നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മള് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും പ്രയാസം, ഇങ്ങനെ കാല് ബാക്കോട്ട് പോയിട്ട് പുറത്തേക്ക് നമ്മള് വീണ പോലെ ഫീൽ ഉണ്ടാവും. വീഴും. അപ്പൊ ഇങ്ങനെ വീഴുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, നമ്മള് ഈ ഒരു മാഗ്നറ്റ് കാലിങ്ങനെ തെറ്റി പുറത്തേക്ക് പോകുമ്പോ ഇതെന്ത് ചെയ്യും, ഇത് ഇവിടുന്ന് ഇങ്ങനെ വലിയണം. അപ്പൊ ഇങ്ങനെ വലിയുമ്പോ എന്ത് സംഭവിക്കും, ഇവിടെ സ്ക്രീൻ ഓഫ് ആവും. അപ്പൊ ഇങ്ങനെ സ്ക്രീൻ ഓഫ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സംവിധാനം ഇതില് ചെയ്തേക്കുന്നത്. ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് സംഭവം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളെ വീഡിയോ ചേട്ടനും കുഞ്ഞാനും ചേർന്ന് വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനാണ് ചേട്ടൻ, കുഞ്ഞാനും കൂടെ ഉണ്ടാവും. കൂടെ ഉണ്ടാവില്ലേ? ഓക്കെ. അപ്പൊ ഞാനും കുഞ്ഞാനും ചേർന്നാണ് ഇന്നത്തെ വ്ളോഗ് ട്രെഡ്മില്. അപ്പൊ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. 1 മണിക്കൂർ എന്തായാലും വർക്കൗട്ട് ചെയ്യണം. 3/4 മണിക്കൂർ ഞാൻ ചെയ്യുന്നുള്ളൂ. ചിലപ്പോ 1 മണിക്കൂർ ആയിരിക്കും ചിലപ്പോ. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങള് ക്ഷമയോട് എന്ത് ചെയ്യുക, വാച്ച് ചെയ്യുക, ഇരുന്ന് കാണുക. ഈ ഒരു ചാനല് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കാണ്ട് ഈ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്റെ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സുകളിലേക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഗൈസ് വീഡിയോയിലേക്ക് കിടക്കാം. ഉണക്കം പോവാണ് സ്വിച്ച്. അപ്പൊ ആദ്യം ട്രെഡ്മില്ല് വാങ്ങിച്ച് കഴിഞ്ഞ ശേഷം ഇപ്പൊ ഓടാത്തവര് ഓടുന്നവര് ആയാലും എന്തായാലും നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉപയോഗിക്കാത്തവരുണ്ടാവും, ഉപയോഗിക്കുന്നവരുണ്ടാവും, പിന്നെ കാണാത്തവരുണ്ടാവും. എന്തായാലും നിങ്ങൾ ആദ്യം നിങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുമ്പോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫുൾ സ്പീഡല്ല, നോർമൽ സ്പീഡ് വേണം. ഒരു 1.6 അങ്ങനെ വേണം നടക്കാൻ. അതില് ഇത്തിരി എനർജി കിട്ടിട്ട് വേണം എന്ത് ചെയ്യാ, സ്പീഡ് കുറച്ചായിട്ട് എന്ത് ചെയ്യാ, സ്പീഡ് കൂട്ടി കൊണ്ടുവരാൻ. ഞാനിപ്പോ വീട്ടിലെ സംഭവം വന്നിട്ട് 2-3 ആഴ്ചയായി. അത്യാവശ്യം നല്ല ആഴ്ചയായിട്ടുണ്ട്. എന്റെ ചേട്ടനാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ചേട്ടൻ എനിക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് ഓർഡർ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അവിടെ കസേരമ ഒരുപാട് സംഭവങ്ങള് വെച്ചിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുന്നത്. ഇതും അതും സത്യം പറഞ്ഞ എനിക്ക് വേണ്ടിട്ട് ആണ് വാങ്ങിച്ചത്. പക്ഷെ എനിക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിട്ടാണ് സംഭവം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചത്. എനിക്ക് യൂസ് ചെയ്യാം, ചേട്ടന് യൂസ് ചെയ്യാം, ചേച്ചിക്ക് യൂസ് ചെയ്യാം, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് എനർജി ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് യൂസ് ചെയ്യാം, ആർക്കാണെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ എനിക്ക് വേണ്ടിട്ട് മാത്രമല്ല, എല്ലാവർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സംഭവം വാങ്ങിച്ചത്. അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മള് വെളിയിൽ ഇങ്ങനെ നടക്കുമ്പോ നല്ലതാണ്, ഉഷാറാണ്, എനർജിയാണ്. പക്ഷെ വെളിയിൽ നടന്ന് ഇത്തിരി നാണക്കേട് ഉണ്ടാവില്ലേ, നാണക്കേട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വീട്ടില് ഇത്ര സംവിധാനം ചെയ്തത്. അപ്പൊ നമ്മള് ഇങ്ങനെ ഇതിന് നടക്കുമ്പോ നമ്മള് ഇങ്ങനെ എത്ര റൗണ്ടാണ് ഇങ്ങനെ അടിച്ചടിച്ച് നടക്കുന്നത്, അതേ ഫീല് തന്നെയാണ് ഇതിന് കിട്ടുക. ഇങ്ങനെ അത്യാവശ്യം ഒരു 10, 200, 100, 200 മീറ്റർ നടക്കില്ലേ, അതല്ല 10, 200 പ്രാവശ്യം നമ്മള് നടക്കില്ലേ,
അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോ എത്ര മീറ്ററാണ്, എത്ര ദൂരമാണ്, എത്ര മിനിറ്റ് ആണ്, അപ്പൊ അങ്ങനൊക്കെ നമുക്ക് അതിന് കിട്ടും. അത് തന്നെയാണ് ഇതിലും കിട്ടുക. അതൊക്കെയാണ് ഇതിലും കിട്ടുക. ഒരു വ്യത്യാസമില്ല. ഇതിലേക്ക് ഇങ്ങനെ പിടിക്കാൻ ഹാൻഡുണ്ട്, നടക്കാനായിട്ട് അടിയില് മൂവറുണ്ട്. നമ്മളിങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. അതുമ്പോ കാല് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കാല് പതുക്കെ മൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പൊ നമ്മള് വീടിന് മുകളിലായാലും മറ്റെവിടെയായാലും നമ്മളിങ്ങനെ 10, 200, 300 പ്രാവശ്യം നടന്നിട്ട് കിട്ടുന്ന ദൂരം, അളവ്, സമയം, പിന്നെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന അതേ ഫീല് തന്നെയാണ് ഇതിലും കിട്ടുക. അപ്പൊ എന്നിട്ടാ വർക്കൗട്ട് ചെയ്താലോ? സ്വിച്ച് ഓൺ ചെയ്തു, ഡിസ്പ്ലേ ഓണായി. ഒരു കാര്യം കൂടി ഓണാക്കണം. ഇവിടെ സ്റ്റാർട്ട് ഉണ്ട്, ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് 2 തരം ചെയ്യാം. ഇന്നിവിടെ സ്റ്റാർട്ട് ആയിട്ട് ഇവിടെ ഉണ്ട്, പിന്നെ സ്റ്റാർട്ട് ആയിട്ടും സ്റ്റോപ്പ് ആയിട്ടും സ്വിച്ച് ഉണ്ട്. ശരിക്ക് 2 സ്വിച്ച് ഉണ്ട്. ഒന്ന് ഇപ്പുറത്തെ ഈ ഇടത് കൈയുടെ അവിടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഉണ്ട്, പിന്നെ വലത് കൈയുടെ അവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. പിന്നെ ഇത് രണ്ടിന് വേണ്ടിട്ട് ഇവിടെ ഒരു വലിയൊരു ബട്ടൺ സെന്ററില് വെച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ ഒരു വട്ടം ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവും. പിന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, വീണ്ടും അതുപോലെ തന്നെ പ്രസ് ചെയ്യണം. അങ്ങനെ വേണം ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഇപ്പോഴത്തെ സ്റ്റാർട്ട്, ഇപ്പോഴത്തെ സ്റ്റോപ്പ്. പിന്നെ ഇവിടെ ഈ തിരിഭാഗം സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കുറയ്ക്കാനും കൂട്ടാനും. അപ്പൊ ഞാനിപ്പോ ഓടാൻ പോകുന്നത് ഇപ്പോ 3.7 സ്പീഡിലാണ്. ഒരു 1 hour ഞാൻ എടുക്കും. അപ്പൊ ഞാൻ ഓടാൻ പോണ അതൊക്കെ ഓടാൻ പോണ്. ഒപ്പം കുഞ്ഞണിയുണ്ടാവും, ഇടയ്ക്ക് കുഞ്ഞണിന്റെ ഇത് ഉണ്ടാവും. കുഞ്ഞണി ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും. അതൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ. കോമഡി ആയിരിക്കാം, എന്റർടൈൻമെന്റ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. നമ്മള് ഓടാൻ പോകണം. നമ്മള് ഇങ്ങനെ സേഫ് ആയി വെക്കുക. ഇടയില് കുഞ്ഞണിനും ഞാനും സംസാരിക്കും. അത് കോമഡി ആയിരിക്കാം, എന്റർടൈൻമെന്റ് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ ആയിരിക്കാം. ആ 2 പേര് അവിടെ സംസാരിക്കട്ടെ. ഞാനാണ് സിജോയിച്ചേട്ടെ. കുഞ്ഞണിയെ കാണാം. നിങ്ങൾക്ക് കുഞ്ഞണിനെ കാണാൻ പറ്റില്ല. അതാണ് ഈ വീഡിയോയുടെ രഹസ്യം. എന്റർടൈൻമെന്റ്. ഇവിടെ ഈ ഒരു പറഞ്ഞില്ലേ, സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഒരുമിച്ച് സ്വിച്ച് ഉണ്ടെന്ന്. അതിന്റെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യണമെങ്കിലും നമുക്കൊരു സിഗ്നൽ ലഭിക്കും. കാണിച്ചത് ഇങ്ങനെ സിഗ്നല് എന്തിനാ മൂവ് ചെയ്യും. ഇനി സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞെട്ടി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും. കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം. ഞാന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീങ് സൗണ്ട് വരും. അപ്പൊ അതിങ്ങനെ 3-4 വട്ടം വീങ് സൗണ്ട് വരും. പിന്നെ നമുക്ക് എല്ലാം കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വീങ് സൗണ്ട് വരും.
ഇത് ഒന്നുകൊണ്ട് മെയിൻ സൗണ്ടോടുകൂടി സ്റ്റോപ്പ് ആവും. പിന്നെ കുറച്ച് നേരം നമ്മള് ഹോൾഡ് ചെയ്യണം. അടിയത്തെ സംഭവം നിൽക്കണമെങ്കിൽ അത് ഒരു 10 സെക്കൻഡ് മാത്രം ഹോൾഡ് ചെയ്ത് പിടിക്കാൻ. ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. സൗണ്ട് വരുമ്പോൾ ആ സൗണ്ട് വരുന്നവരെ ഞെക്ക ഇത് വിടുക. ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പാടില്ല. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ കൈയിടിക്കുക. ഇവിടുന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കംപ്ലൈന്റ് ആവും. നോർമൽ സ്പീഡാണ്. നിങ്ങൾക്ക് പിടിക്കാം. അപ്പൊ ആദ്യം ഇങ്ങനെ ഇടുമ്പോ പിടിക്കരുത്. കാരണം ആദ്യം ഇടുമ്പോ പിടിക്കുക. എനിക്ക് ഇടുമ്പോ പിടിക്കാനുള്ള എനർജി കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ഒരിക്കലും ഈടിക്കോ അത്ര അത്യാവശ്യത്തിന് മാത്രമേ ചൊറിയാനതിന്റെ പാടുള്ളൂ. എനിക്കൊരു പ്രാർത്ഥന കൂട്ടായ്മയുണ്ട്. 7 മണിക്കാണ് പ്രാർത്ഥന കൂട്ടായ്മ. ഞാൻ സെൻട്രാഫ്റ്റിൽ യൂണിറ്റാണ്. സെൻട്രാഫ്റ്റിൽ യൂണിറ്റ് മാത്രമല്ല എല്ലാ യൂണിറ്റുകാരും പ്രാർത്ഥന വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഈ ബുധൻ വ്യാഴാഴ്ച വരെ ഓരോ വീട്ടില് ഓരോ പണ്ടിയാണ്. ഓരോ പണ്ട ഇന്ന് ഇവിടെ പ്രാർത്ഥന അത് ഞാൻ പറയാം. പ്രാർത്ഥന വരുന്നത് പിന്നീടാണ്. നമ്മുടെ പ്രാർത്ഥന എവിടെയെന്നറിയോ? പ്രാർത്ഥന എവിടെയാന്ന് എനിക്കറിയില്ലല്ലോ. നമ്മളെ വിളിച്ചാട്ടല്ലേ അവിടെയാണ് ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന. കുഞ്ഞാണെങ്കിലും കൂടി പ്രാർത്ഥനയ്ക്ക് വരണം. പൈസയുടെ എല്ലാം ഓട്ടെ. അതേം തന്നെയാണ് ഞങ്ങള് തോന്നുന്നത്. നല്ലതാ അനുസരിച്ച് നല്ലതാണ്. നമുക്ക് ഈ ട്രെയിനിലോ മണിക്കൂറൊന്ന് ചെയ്ത് നോക്കിയാലോ? എങ്ങനെ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ലത് തന്നെ. നല്ലതാ. പിന്നെ ചേട്ടാ കുഞ്ഞാളില്ല. ഇത് നമ്മളിങ്ങനെ ഓരോ ദിവസവും നടക്കുമ്പോഴേ ഈ പ്രകൃതി നീളം ഇടയ്ക്കിടയ്ക്ക് നീക്കിടിക്കണം. നമ്മൾ കാണുന്നത്തെ ചെളി ആ ചെളി നമ്മളിങ്ങനെ അതിനൊക്കെ നന്നായിട്ട് കാണും. പകുതി ശരിക്കും
ആ ഇൻസ്ട്രക്ഷൻ വീട് നമ്മുടെ കാര്യങ്ങൾ വീണ്ടും കേൾച്ചു. അപ്പൊ കേരളിന് എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഇതിന് നീക്കി കൊടുക്കുക. ചെയ്യാൻ പാടില്ല എന്നിരിക്കും പറഞ്ഞത്. നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. ചോദ്യം കൊടുക്കാം. കുഞ്ഞുമണിയാ അത്യാവശ്യം മാത്രം ചെറിയല്ലേ? അങ്ങനെ ചൊറിയേണ്ട ആവശ്യമില്ലെങ്കിൽ മാത്രം ചൊറിയാൻ കേട്ടോ. ചൊറിഞ്ഞോളൂ. അതെ, അത്രല്ല നടക്കണം നല്ലതാണ്. നമ്മൾ ബോഡി എന്ത് ചെയ്യും? സ്ലിമ്മാവും, വണ്ണം കുറയും. പക്ഷെ ഒറ്റ ദിവസം നടക്കില്ല. അതെന്താ നടക്കാത്ത? കാരണം എന്താന്ന് വെച്ചാലേ ഇത് നമ്മള് ഭക്ഷണം നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം എല്ലാ ദിവസവും ചെയ്യണം, ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം എല്ലാ ദിവസവും. അത് കുറച്ച് സമയം ചെയ്യണം. ഇതുപോലെ വർക്കൗട്ട് ചെയ്യണം. ഏകദേശം 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജി, പിന്നെ കുടവേടൊക്കെ ഉണ്ടാവില്ല. കുടവേടൊക്കെ പറയാനായിട്ട് മൂവ് ചെയ്യും. പറയാനായിട്ട് മൂവ് പതിയെ അങ്ങോട്ട് ഇങ്ങനെ നടക്കുമ്പോ കുടവേടൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവും, ഉള്ളിലേക്ക് മടങ്ങും. അപ്പം നമ്മുടെ ബോഡി മൊത്തത്തില് എന്ത് ചെയ്യും? സ്ലിംബിട്ടിയാവും. അതിമനോഹരമായിട്ടുള്ള ശരീരം കിട്ടും. വണ്ണമില്ലാത്ത കയ്യും വണ്ണമില്ലാത്ത വയറും വണ്ണം ഇല്ലാത്ത മുഖം നമുക്ക് കിട്ടും. അതിമനോഹരമായിരിക്കും. അങ്ങനെ കുറച്ചും കൂടി നമ്മള് എല്ലാ ദിവസം ഇതുപോലെ നടക്കുക. ഇതിന്റെ സ്പീഡിനനുസരിച്ച് ഓടുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യണം? പതിയെ സ്പീഡ് കുറയ്ക്കാതെ പതിയെ സ്പീഡ് കൂട്ടാം. നമുക്കൊരു എനർജി കിട്ടണം. ഉറപ്പ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിലിങ്ങനെ നടക്കുക. ആദ്യം ഇങ്ങനെ നടക്കണം. എന്നാൽ നമുക്ക് കിട്ടുള്ളൂ. പിന്നടിയാ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എനർജി കിട്ടില്ല. അത് സ്പീഡില് നടക്കുക. ഒന്നൊന്നരാഴ്ച നടക്കുക. ഓരോ ദിവസം കഴിയുമ്പോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, നിങ്ങൾ ചെറുതായിട്ട് കൂട്ടുക. അങ്ങനെ നിങ്ങൾ 1 മാസമൊക്കെ ആകുമ്പോ എന്താവും? ഓടണ പോലെയോ നമ്മൾ ഓടുന്ന അതേ ഫീല് അതുപോലെയാവും 1 മാസമൊക്കെ ആവുമ്പോ ഓടണ വരും. അത് റോഡിലും പറമ്പിലും ഒക്കെ ഓടില്ലേ, അതേ ഫീല് അത് 1 മാസം ചെയ്യാം. അതുപോലെ ഇതിലിങ്ങനെ ഓടാനുള്ള പവറും എനർജിയും കിട്ടും. അതെയോ?
കണക്കിനും കുഞ്ഞിയ താമസമൊന്നുമില്ല. ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ഇതുപോലെ നടന്ന് സ്പീഡ് കൂടുമ്പോ ഇതാവും ഓടുന്ന പോലെ ഓടി ഓടി ഇങ്ങനെ ഇതാകുമ്പോ നമ്മുടെ ശരീര കൊഴുപ്പ് എന്തെയും ഇല്ലാണ്ടാവും. മൊത്തത്തിൽ നമ്മള് സ്ലിം ബ്യൂട്ടി കുറച്ച് ഇത് കഴിഞ്ഞാൽ എഴുതി കഴിഞ്ഞാലാണ് ആ പട്ടികളെ സംഭവം എടുക്കാനായിട്ട് പറ്റൂ. കാരണം നമുക്കത് പൊന്തിക്കണമെങ്കിൽ ഇത്തിരി എനർജി വേണം. ഇതിന് എനർജിയാണ്. അപ്പൊ കുറച്ച് ദിവസം നമ്മൾ ഇതുപോലെയൊക്കെ ആയിരിക്കും. പിന്നെ എപ്പോഴും പിന്നെ പോവില്ല. കുഞ്ഞറിയാ എപ്പോഴും ഇതിങ്ങനെ ഓടിയാൽ കാട്ടില്ലു. നമ്മളെ മണ്ണം കൊടുക്കാൻ വേണ്ടി പോവാണ്. എവിടേക്കാണ് നമ്മള് വീട്ടിലിറങ്ങി നടക്കാൻ പോകുന്നു. പല സ്ഥലങ്ങളില് അവസാനം വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ അതുവരെ നമ്മള് വീട്ടിന് പോയിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് വരെ നമ്മള് മണം കളിക്കാൻ വേണ്ടിട്ട് നടക്കുകയും ചെയ്യും, ഓടുകയും ചെയ്യും. അങ്ങനെ അവിടത്തെ നടത്തും നോട്ടും നമ്മളിപ്പം ഇതിൽ നിന്ന് നമ്മള് ഓടും. അങ്ങനെ നമ്മള് വണ്ണം കുറയ്ക്കാൻ വേണ്ടി പിന്നെ വർക്കൗട്ട് ചെയ്യണം. വണ്ണം കുറയ്ക്കണം. വീട് ഇപ്പോ വർക്കൗട്ട് വീടിപ്പോ 3.3 നമ്മള് സ്പീഡ് നമ്മൾ ഓടുന്നത് ഇപ്പോ സ്പീഡില്ലേ സ്പീഡില്ലേ ആ സ്പീഡ് 3.3 സ്പീഡിലാണ്. നമ്മള് വർക്കൗട്ട് തുടങ്ങിയിട്ടുള്ള ഇതിന്റെ സമയം 12.12 മിനിറ്റായി. ഇപ്പൊ 13 മിനിറ്റ് 7 സെക്കൻഡ്. അപ്പൊ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ് 1 മണിക്കൂർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞ എത്ര മിനിറ്റ് ആക്കി ചോദിച്ചേട്ടാ? 1 മണിക്കൂർ എത്ര മിനിറ്റാണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിനാണ് നമ്മള് 1 മണിക്കൂർ എന്ന് പറയുന്നത്. 60 മിനിറ്റിന് 1 മണിക്കൂർ. അങ്ങനെ ഇതിനെ 2 മണിക്കൂർ. നമ്മളിങ്ങനെ ആദ്യം ഇവിടെ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ ഹാൻഡിലൊക്കെ എനർജി കുറച്ച് ദിവസം ഇങ്ങനെ 2 ദിവസം ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോഴാണ് നമുക്ക് ഈ ഹാൻഡിനെ
പിടിക്കാനുള്ള എനർജി കിട്ടുള്ളൂ. അതിന് നമ്മൾ വീഴും ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലോണം പെട്ടെന്ന് വീഴരുത്. 1 ദിവസം സമയമെടുക്കണം. അത്യാവശ്യം ചൊറിച്ചില്ലെങ്കിൽ ചൊറിഞ്ഞു. കാരണം ഈ കൊതുകും ഈച്ചൊന്ന് കടിക്കാൻ പാടില്ല. അത് കടിച്ചു കഴിഞ്ഞാൽ ശല്യം ചെയ്യും. ഈ എന്താ കൊതുകും ഈച്ചയും കടിച്ചു കഴിഞ്ഞാലേ നമുക്ക് വലിയ സുഖമില്ല. അപ്പൊ ഈ മുഴുവൻ എന്താവും, തെറ്റായ രീതിയിലാവും. അവരെ നമ്മള് എന്ത് ചെയ്യും, തെറ്റിക്കാൻ ശ്രമിക്കും. നമ്മൾ ഒരിക്കലും പിടിവിട്ടു കൊടുക്കരുത്. എന്ത് ചെയ്യാൻ നമ്മൾ പരമാവധി ചൊറിയാനുള്ളത് ചൊറിയ കൊതുകിനെ അടിക്കാൻ പറ്റുന്നവര് കൊതുകിനെ സാധാരണ ചെയ്യുന്നു. നീക്കരുത്. ഒരു മണിക്കൂർ കുടിക്കാൻ പോവാം. ഒരു സ്ഥലത്ത് ഞാൻ ചെയ്യാം. ഞാനെല്ലാം ഡയറ്റാണ്. ചോറ് കുറയ്ക്കാൻ പോവാ. എന്നിട്ടാ നമ്മള് ഈ വർക്കൗട്ട് മാത്രമല്ല, നമ്മൾ ഈ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഞാൻ പോവാ. ഡയറ്റ് ചോറ് കുറച്ച്, കൂട്ടാൻ കുറച്ച്, നീ തോനെടുക്കുന്ന സ്വഭാവം ഇനി മുതല് എനിക്കും നിനക്കുണ്ടാവും. എനിക്ക് മാത്രമല്ല നിനക്കുണ്ടാവും. ഞാനും വിജയിച്ചത് പറഞ്ഞേട്ടോ. ഞാനും വണ്ണം കുറയ്ക്കാൻ പോവാ. മുൻകൂട്ടിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വണ്ണം കുറയ്ക്കുമ്പോ പരമാവധി നമ്മള് പച്ചക്കറി കുറച്ച് കഴിച്ചു തുടങ്ങുന്നതാണ്. എല്ലാം കുറച്ച്, പാലും കുറച്ച്, കട്ടണ്ണ കുറച്ച്, പിന്നെ ചോറും കറി തോനെടുക്കുന്നത് നമ്മള് കുറയ്ക്കാൻ പോവാണ്. എല്ലാം കുറയ്ക്കാൻ പോവാം. ശരിയുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ചോറ് നമ്മൾ എത്ര എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കണം കൂട്ടാൻ. അല്ലാണ്ട് ചോറ് കുറച്ചെടുത്തിട്ട് കൂട്ടാൻ തോന്നിട്ട് കഴിഞ്ഞാൽ ആ അളവ് തെറ്റാ. ആ രീതി തെറ്റാണ്. ശരിയല്ല. ആ ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചോറ് എടുക്കുന്ന നമ്മൾ ചോറ് എത്രയാണോ എടുക്കുന്നത് അത്ര അളവ് തന്നെ ആയിരിക്കണം കൂട്ടാടിക്കുന്നത്. വീടുകളുടെ മെൻഷൻ ചെയ്യാം. നമ്മൾ ചോറ് കുറച്ച് ഇടിക്കാൻ വെച്ചാൽ ചോറ് എത്ര കുറച്ചാണ് എടുത്തത് അത്ര അളവിലായിരിക്കണം കൂട്ടാടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസം ഞാൻ ഡയറ്റ് ചെയ്ത് കഴിക്കുമ്പോ നമുക്കുണ്ടാവുന്നത് ഈ കൊടവയറ് ഇനിയും കൊടവയറ് കുറച്ച് തളിരുന്ന കൊടവയറ്
നമ്മളിങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോ ഡയറ്റ് വർക്കൗട്ട് ചെയ്യുമ്പോ നമ്മളെ കുറവ് ഓരോ ദിവസം ചെയ്യുമ്പോഴും കുറവ് അങ്ങോട്ട് പോകും, ഉള്ളിലോട്ട് പോകും. കുറവ് അതും ഉള്ളിലോട്ട് പോകാനായിട്ട് സഞ്ചരിക്കും. സഞ്ചരിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള ഓരോരോ കൊഴുപ്പിനെ ഇനിയും ഓരോ ദിവസം ഇങ്ങനെ ഡയറ്റ് ചെയ്യുമ്പോഴും കൊടുക്കുമ്പോഴും ഓരോ ദിവസം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കൊഴുപ്പിനെ പൂർണ്ണമായി നീക്കം ചെയ്യാനും നടന്നു. ഇതുപോലെ ഞാനൊന്നും നടന്ന ഇതുപോലെ എനിക്ക് വണ്ണം കുറയുമ്പോ തന്നെ കുഞ്ഞുങ്ങൾ പിന്നെ ഓരോ കൊടുത്തിങ്ങനെ ഇതുപോലെ ഡയറ്റ് ചെയ്യുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും എല്ലാ ദിവസവും നമ്മളിങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അത് ഓരോ ദിവസം ഞാൻ ചിന്തയും പൂർണ്ണമായി ഇല്ലാണ്ടാവാൻ ശ്രമിക്കും. ഇല്ലാണ്ടാവും. അപ്പൊ നമ്മുടെ ശരീരം ഉണ്ടാവും, ശരീരത്തിലുള്ള കൊഴുപ്പ് പൂർണ്ണമായി നോക്കിയത് ഇല്ലാതാവുകയും ചെയ്യും. കൊഴുപ്പ് മാത്രം. പിന്നെ കൊഴുപ്പ് മാത്രമല്ല നമ്മുടെ ശരീരം ഇതുപോലെ വർക്കൗട്ടും ഡയറ്റിങ്ങും ചെയ്യാൻ വെച്ചാൽ ഇത് കൺട്രോൾ ചെയ്യാൻ വെച്ചാൽ ഒന്നൊന്നാം മാസം കൊണ്ട് നമ്മുടെ ശരീരം അതിമനോഹരമായി ആയി മാറും എന്ന് പറഞ്ഞാൽ മൊത്തത്തില് ഫീൽ കിട്ടി. പിന്നെ നമ്മൾ തനിയെ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ഇത്തിരി ഇതുപോലെ 2-3 ദിവസം ഇവിടെ വർക്കൗട്ട് ചെയ്യണം. എന്നാലേ നമുക്കൊരു സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും ആലോചിക്കേണ്ടത് ഇതൊന്നും ഇങ്ങനെ കയ്യിൽ വെക്കും, അങ്ങനെ വെക്കാൻ എങ്ങനെ കൊണ്ടുവരുന്ന ആദ്യം ആലോചിക്കുക. മനസ്സിലാക്കിയ നമ്മള് കയ്യെത്തോ കയ്യെത്തണം നമ്മൾ വർക്കൗട്ട് ചെയ്യണം. കൊതുക് കടിക്കാനും ഈച്ച കടിക്കാനും ഇവിടെ നമ്മുടെ ശരീരത്തില് കടിക്കാനും അനുവദിക്കരുത്, ദ്രോഹിക്കാൻ അനുവദിക്കരുത്. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ഇവരൊക്കെ കടിക്കാനും ഇവർക്ക് കളിക്കാൻ ഒക്കെ അനുവദിക്കാൻ പാടില്ല, അനുവദിച്ച് കൊടുക്കരുത്. ശരീരത്തിൽ ഇവരൊക്കെ കടിച്ചു കഴിഞ്ഞാൽ എന്താ ഫുഡ് പോയ്സൺ വരും, നമുക്ക് എന്തെങ്കിലും ദോഷം വരും. ദോഷം ഉണ്ടാവാൻ അനുവദിക്കരുത് കേട്ടോ. ഞാൻ നടക്കുമ്പോഴേ കൊതുകൊന്നു വരാതെ ഞാൻ നടന്നോളാമേ. എന്നെ കൊതുകൊന്നു കടിക്കില്ല കേട്ടോ. ചോദിച്ചേട്ടാ, ഞാൻ നടന്നോളാം. 60 മിനിറ്റ് നമ്മള് സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ 50 മിനിറ്റ് ആയ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം, ജപമാല പ്രാർത്ഥനയ്ക്ക് പോകണം. നിങ്ങളെ ഇതേക്കുള്ള പിശാച് ഒന്ന് പോട്ടെ. നമുക്ക് ഇത് എവിടെയാണ് ഓരോ പറഞ്ഞല്ലോ ഓരോ യൂണിറ്റിലുള്ള പ്രാർത്ഥന ഓരോ ദിവസം
ഇന്നത്തെ പ്രാർത്ഥന വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് വിടാം. അവിടെയാണ് പന്തപുരം. നമ്മളുടെ കൊന്ത ഇതിൽ നമ്മള് മനസ്സൊന്ന് നല്ല രീതിയിൽ വിശുദ്ധി ബന്ധനങ്ങള് ഈ ചീത്ത ബന്ധനങ്ങളില്ലേ, പൈസാദി ബന്ധനം, ഇതൊക്കെ ശരിയാവും. നല്ല വിധത്തിൽ ഒന്ന് കൊണ്ടെത്തിക്കണത് നല്ലതാണ്. എത്തിക്കണം. എന്റെ അവിടെ വരണം. ശരിയല്ലേ? ഞാൻ വരാം പ്രാർത്ഥനയ്ക്ക്. ഞാൻ വരാട്ടോ. എന്റെ വീട്ടിലാണ് കൊന്ത. എല്ലാ വീട്ടുകാരും വന്നിരിക്കും. ചിലപ്പോ പറ്റാത്തവര് വരും. അവള് തിന്നാനല്ല പോണം, പ്രാർത്ഥിക്കണം. തിന്നാൻ വേണ്ടി പോയി നമുക്ക് എല്ലാം കഴിഞ്ഞ് നമുക്ക് സ്നാക്സ് ഒക്കെ വെച്ചോളൂ. അപ്പം നമ്മളതിന് പോവരുത്, നമ്മളതിന് കഴിക്കാനില്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തത്തിക്കന്നെ പോണം. പിന്നെ അച്ചടക്കത്തിലിരിക്കുക. തിന്നാൻ വേണ്ടി ഒരിക്കലും ഇതുപോലെ പണിക്കുന്നതിലൊക്കെ പോകരുത് കേട്ടാ. മോശമാണ് ഇങ്ങനെ പോണം. ഇതൊന്നും ഇങ്ങനെ പോണ ആ കാര്യം സാധിച്ചിട്ട് തരാം. അപ്പൊ പ്രാർത്ഥനയാണെങ്കിൽ സ്വന്തത്തിക്കാനാണെങ്കിൽ ചിന്തിയ സ്വന്തത്തിക്കാൻ പോയിട്ട് ഇത് ചൊല്ലി അവസാനിപ്പിച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. വീട്ടിലേക്ക് തിരിച്ചു മടങ്ങിയത് ഇങ്ങനെ പോയി മോശമായത് അതിനായിട്ട് അത് പൊതുമാക്കാനായാലും ഏത് മനുഷ്യനായാലും പ്രാർത്ഥിക്കാനും പോകുന്നു. അനുസരിക്കില്ല, അനുസരിക്കണം. മോശപ്പെടണം. പിന്നെ ഞാൻ നിർത്തല്ല. ഇനി തിന്നാൻ വേണ്ടി ഞാൻ കൊന്തയ്ക്ക് പോവില്ല. പൂവാഴ്ച കൊന്തയ്ക്ക് മാത്രമേ ഞാൻ പോവൂ. കേട്ടോ ചോദിച്ചേട്ടാ. അങ്ങനെയൊക്കെ നല്ല കാര്യം ചെയ്താൽ നിനക്ക് നല്ലത് സാധിക്കും. മടിയാക്കി നിനക്ക് എന്നും നീ ഇതുപോലെ അനുസരിക്കണം. തിന്നാൻ വേണ്ടി ഒരു മനുഷ്യനിലോ ഒരു പരിപാടിക്ക് ഇതുപോലെ പ്രാർത്ഥനിക്കുന്ന അടുത്തുള്ള ഒരു കാര്യത്തിനും പോകരുത്. പറഞ്ഞ തിന്നാൻ വേണ്ടി എന്താണോ അവിടെ ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ച് പ്രാർത്ഥനയ്ക്കാണെങ്കിൽ പ്രാർത്ഥന ചെയ്ത് എല്ലാം വളരെ ഞാൻ തിന്നാൻ വേണ്ടി കിട്ടും ഇതൊക്കെ കിട്ടും അതിനു വേണ്ടി മാത്രം ചെയ്യും. ഇത് തെറ്റാണ്. ചെയ്തിട്ടുണ്ടെങ്കിൽ നേരി ചെയ്തു അങ്ങനെയാ. ഇനി ഞാൻ ആവർത്തിക്കില്ല കേട്ടോ. എല്ലാവരും നമ്മള് അനുസരിച്ച് നമ്മള് പ്രാർത്ഥനയ്ക്ക് പോവാണ്. പ്രാർത്ഥനയ്ക്ക് പോവാ, പ്രാർത്ഥനയ്ക്ക് സംരക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ വീട്ടിലേക്ക് അതുപോലെ തന്നെ തിരിച്ചു വരും. ചിലപ്പോ സ്നേഹത്തിന് സ്നേഹത്തിൽ തിരിക്കും. ഇത് ഹൃദയം ഇപ്പോൾ സ്നേഹത്തോടെ അത് ആദ്യം സ്വീകരിക്കുക. എന്നിട്ട് ഉപയോഗിച്ചോ വീട്ടിലേക്ക് വെച്ചോ കൊണ്ട് സാവധാനം ചെയ്ത് വാങ്ങിക്കരുത്. മോശപ്പാട്
വാങ്ങിക്കാനിരിക്കുന്ന ഐറ്റുന്നത് വാങ്ങിച്ച മഴ ഒരു കാത്തനയ്ക്കായാലും മറ്റേ എന്ത് പ്രമോദനായാലും പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. നല്ല കുട്ടിക്ക് പ്രാർത്ഥന കൊണ്ടുവച്ചെല്ലി അതിന്റെ അതുപോലെ തിരിച്ചു വരും. അവിടുന്ന് ആ ഒരു സ്നേഹത്തോടെ ഞാനീ ജോയിച്ചേട്ടനെ കൊണ്ടേക്ക് പോകുമ്പോ തിന്നാൻ വേണ്ടി തന്നെ പോകുന്നത്. കൊണ്ടെത്തിക്കാനാ പോകുന്നേ. ജോയിച്ചേട്ടാ തെറ്റ് ചെയ്ത നിങ്ങൾക്ക് നല്ല അങ്ങനെ അങ്ങനെ തന്നെ ആവുക നല്ല കുട്ടിയാവും. അച്ഛനങ്ങനെ മാതാപിതാക്കളൊക്കെ അവരനുസരിച്ച് ജീവിക്കാൻ നോക്കും. നമ്മളിപ്പോ വീട് ഇങ്ങനെ 23 മിനിറ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലല്ല 33 മിനിറ്റായി. നമ്മൾ 6 മണിക്കൂറായി. നമ്മള് പ്രാർത്ഥനയ്ക്ക് നന്നായിട്ട് കുളിച്ച് പോവാണ്. കുളിച്ചു പോവണോ പ്രാർത്ഥനയ്ക്ക്. ഇത് വിളിച്ചിട്ട് പോവില്ല. കാരണം ഫ്രഷായിട്ട് ഞാൻ പോവുള്ളൂ. ചിലപ്പോ നീ 40 ഞാൻ കൺപിക്കും. നേരത്തെ തന്നെ നമ്മളെ നിങ്ങളെയാ 40 40 വരെ പറയാത്ത അതിൽ നിന്ന് മാത്രം. പിന്നെ ബാക്കി 3 ദിവസങ്ങളിൽ 1 മണിക്കൂർ നടക്കാൻ ശ്രമിക്കുക. നമ്മള് ഇതില്ലാതെ ഇപ്പം 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യണം. നമ്മള് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും. ദഹിച്ച് നന്നായിട്ട് ജയിച്ച് ചെയ്യും. ആരാണ് നീ മുതലേ നന്നായിട്ട് അങ്ങനെ നമ്മള് 2 മാസം 3 മാസം ആകുമ്പോൾ വണ്ണം നല്ല രീതിയിൽ ചൂടായും നല്ല കൂട്ടിയാവും. പിന്നെ ഇത് ഓടുന്നത് വളരെ നല്ല ചൂടും നമ്മളിതുപോലെ എന്റെ മുഖമൊക്കെ മൊത്തത്തില് വേർത്തൊലിച്ചൊരുമിച്ചു നന്നായിട്ട് കഴിഞ്ഞിട്ട് വേർത്ത് ഒഴിക്കുന്നവരെ എന്റെ കുഞ്ഞറിയാ ചെയ്യാൻ ഇതുപോലെ നടന്നൊക്കെ അടിച്ച് വേർക്കണം. വേർത്ത് ഒഴുകിവല്ലോ ഇങ്ങനെയാ.
ഇതുപോലെ മാത്രമല്ലാണ്ട് എല്ലാ ദിവസവും നല്ല എന്റർടൈൻമെന്റും നല്ല കോമഡി ആയിട്ടുള്ള വീഡിയോ ഞാൻ കുഞ്ഞുകളിൽ ചേർന്നു ഇതില് കോമഡി എന്റർടൈൻമെന്റ് അതിനുള്ള സോങ്ങും ആയിട്ടുള്ള വീഡിയോ ഇനി മുതൽ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ കുഞ്ഞുകളിൽ ചേർന്ന് ഇനി മുതൽ ഞാൻ കുഞ്ഞുകളിൽ ചേർന്ന് എന്റർടൈൻമെന്റ് പിന്നെ കോമഡി പിന്നെ മ്യൂസിക് ഉള്ള വീഡിയോ ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ കുഞ്ഞുകളിൽ ചേർന്ന് ഉള്ള സംഭവങ്ങള് ഉണ്ടായിരിക്കും. ഇന്നൊക്കെ ചെയ്യാ നമ്മുടെ നഖ കാല് കുത്തി ചൈമുട്ടിന്നപ്പം നന്നായിട്ട് കെട്ടി കളഞ്ഞ് ഒന്ന് ഷേപ്പ് ചെയ്യണം. ഞങ്ങളത് വ്യക്തിയില്ല. ഇത് കഴിഞ്ഞിട്ട് ആയിരുന്നു ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ നിന്നാണ് പ്രാർത്ഥനയ്ക്ക് പോകണം. അവരുടെ പരിപാടികളുണ്ട്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം. ആദ്യം എന്തിനാ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പ് ചെയ്യണം. കഴിഞ്ഞാൽ കുടിക്കണം. എടുക്കണം. നമുക്ക് പ്രാർത്ഥനയ്ക്ക് കുടിക്കുക. അപ്പൊ എന്റെ കൂടെ ഇങ്ങനെ വരില്ലേ, വരണം. അങ്ങനെ പന്തിക്കും നമ്മളെ പന്തക്ക് ചുറ്റി കഴിയുമ്പോ നമ്മളെ ശരീരത്തിനുള്ള ഓരോ കാര്യങ്ങള് ഓരോന്നായിട്ട് അടിഞ്ഞ് പുറത്തേക്ക് പോകും. ഇല്ലാണ്ടോ അതായിരിക്കും. ഞാനും കുഞ്ഞിനും പ്രാർത്ഥനയ്ക്ക് പോവാണ്. നമ്മൾ പോയിട്ട് വന്നല്ലോ. പോയി വന്നിട്ട് ശേഷം അതല്ലെങ്കിൽ മറ്റൊരു അടുത്ത വീഡിയോയില് നമുക്ക് കാണാം. അപ്പൊ നമുക്കിനി അടുത്ത സമയത്ത് വരാം. അത് ഞാനും കുഞ്ഞാണിയും ഇപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോയ്ക്ക് ഞാനും കുഞ്ഞാണിന്ന് വരാം. അപ്പം നമുക്കിനി നമുക്കിനി അടുത്ത സമയത്ത് വരാം. അതുവരെ ഇന്നത്തെ സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ഇന്ന് കടന്ന് ചുരുന്നില്ല സഹോദരന്മാർക്കും നല്ല സഹോദരന്മാർക്കുന്നുണ്ട്. ബൈ ബൈ സി അടുത്ത വീഡിയോ കാണാം. Stop it. Stop it. 5 മിനിറ്റ് എവിടെയെങ്കിലും